ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, ബെനഡിക്റ്റ് പ്രയർ മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കൾ നടത്തുന്ന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷ 18-ാം ദിനം ഈ രാത്രിയിൽ മക്കളെ നമ്മൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് അനുഗ്രഹത്തിന്റെ വചനം പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 21-ാം വചനം. അവർ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനതയെ സഹായിക്കുവാൻ വേണ്ടി രാവും പകലും നടന്നു പോകുവാൻ മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായി കർത്താവ് അവർക്ക് മുമ്പേ പോകുന്നതായി വചനത്തിൽ നമ്മൾ കാണുന്നു. ഈ പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 21-ാം വചനത്തിൽ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും കർത്താവ് അവർക്ക് മുമ്പേ നടക്കുവാനും ദൈവം കാണിക്കുന്ന ആ വഴിയിലൂടെ മക്കൾ നടന്നു പോകുവാൻ, അവർക്ക് വഴി ഒരുക്കപ്പെടുവാൻ വേണ്ടി ജീവിതയാത്ര കർത്താവ് ഒരുക്കുന്നത് പോലെ അവർ നടന്നു പോകുവാനും ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ രാത്രിയിൽ നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പുറപ്പാട് 13:21. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതയാത്രയിൽ അങ്ങ് അവർക്ക് വഴികാട്ടിയായിരിക്കണമേ. അങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ അങ്ങയിൽ ആശ്രയിച്ച് വഴി മുമ്പോട്ട് പോകുവാനുള്ള കൃപ മക്കൾക്ക് നൽകണമേ. അടഞ്ഞ വഴികൾ തുറക്കപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിത തടസ്സങ്ങൾ നീക്കി കർത്താവെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളുടെ ജീവിതയാത്ര എത്തപ്പെടട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയുടെ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിൽ എത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.